അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ എൻ ശ്രീകുമാർ പറയുന്ന കാര്യങ്ങൾ ചോദിച്ചോണ്ടാ പറഞ്ഞേ, അത് മനസ്സിലായി. എൻ ശ്രീകുമാർ താങ്കൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡി സുരേഷ് കുമാറിന്റെ മുമ്പിലേക്ക് കൂടി വെക്കുകയാണ്. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് പ്രതിപക്ഷം വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു. എൻ ശ്രീകുമാർ പറഞ്ഞതാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം മുന്നോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നു, ശബരിമലയിലെ സ്വർണ്ണമോഷണം ജനങ്ങളുടെ മുമ്പാകെ കൊണ്ടു നിർത്തുന്നു. പ്രതിപക്ഷത്തിൻ്റെ നിതാന്ത ജാഗ്രത കൊണ്ടാണ് ഇപ്പോൾ പോലീസിൻ്റെ വീഴ്ച പുറത്തേക്ക് വരുന്നത്. പെൻഷൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് അദ്ദേഹം. ഞാൻ ഈ പെൻഷൻ്റെ കാര്യം കൂടിയൊക്കെ പറഞ്ഞിരുന്നു. അടുത്ത ആഴ്ച അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുന്നു. പ്രതിപക്ഷം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ ശ്രീകുമാർ പറഞ്ഞ തുടക്കത്തിലെ കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് സർക്കാർ ചെയ്യുന്നത് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ? അല്ല, ചോദ്യവും ഉത്തരവും ബഹുമാനപ്പെട്ട ആങ്കർ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നോക്കൂ, 2025 നവംബർ 1 കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയായി ലോകത്തിന് മാതൃകയായി ഒരു വലിയ പ്രഖ്യാപനത്തിലേക്ക് പോവുകയാണ്. അതിദരിദ്രരില്ലാത്ത നാടായി നമ്മുടെ നാട് മാറുകയാണ്. ഏറ്റവും അധികം ഓരോ മലയാളിയും, ലോകത്തെവിടെയുമുള്ള ഒരു മലയാളിയും സന്തോഷിക്കേണ്ടുന്ന, അഭിമാനിക്കേണ്ടുന്ന ഈ സന്ദർഭത്തിൽ പോലും അതിനെ കുറ്റവിചാരണ ചെയ്യാനും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അതിദരിദ്രൻ അവശേഷിക്കുന്നുണ്ടോ എന്ന് ഭൂതക്കണ്ണാടി വെച്ച് കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയിലാണ് UDFും കോൺഗ്രസും എന്നുള്ളത്. കേരളത്തെപ്പോലും നാണിപ്പിക്കുന്ന നിലയിലാണ് ഇവരുടെ പോക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ കേരളീയരും കേരള വിരുദ്ധരുമാണ്. ഞാനത് പറയാൻ കാരണം, കേരളം ഏതൊക്കെ കാര്യത്തിലാണ് പിന്നിൽ നിൽക്കുന്നത്, കേരളത്തിൽ എന്തൊക്കെയാണ് ന്യൂനതകൾ, കേരളം ഏതെല്ലാം കാര്യങ്ങളിൽ താഴോട്ട് പോകുന്നു എന്ന് ഗവേഷണ ബുദ്ധിയോടുകൂടി കണ്ടുപിടിക്കുന്നതിനുള്ള വ്യഗ്രത പലപ്പോഴും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും കുറവുണ്ടോ, ആ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടുന്ന ഇടപെടൽ നടത്താതെ ഒരു സംഗതിയും ഇതിനകത്ത് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട ശ്രീ VD സതീശൻ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷമായി കേരളത്തിൽ പ്രവർത്തിക്കും. ജനങ്ങളുടെ മാൻഡേറ്റ് അനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അധികാരത്തിലെത്തുന്നതിനുള്ള കൃത്യമായ ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, നാളിതുവരെയുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ, അതിനു മുമ്പുള്ള 5 വർഷത്തെ ഭരണം ഞാൻ മാറ്റി നിർത്തുകയാണ്. ഈ 4.5 വർഷം എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ജനോപകാരപ്രദമായിട്ടുള്ള ഒരു പ്രവർത്തനത്തെയെങ്കിലും അനുകൂലിക്കുന്ന നിലപാട് പ്രതിപക്ഷമോ ഐക്യജനാധിപത്യ മുന്നണിയോ പ്രതിപക്ഷ നേതാവോ എടുത്തിട്ടുണ്ടോ? നമ്മൾ ഏറ്റവും അധികം അഭിനന്ദിക്കേണ്ടുന്ന ഈ ഒരു ഇടപെടൽ നടത്തിയത് വളരെ അഭിമാനകരമായ പ്രവർത്തനമാണ് എന്ന് പറയേണ്ടുന്നതല്ലേ പെൻഷൻ തുക വർദ്ധിപ്പിച്ചത്. വന്ധ്യവയോധികരായിട്ടുള്ള മാതാപിതാക്കൾ, അതുപോലെ തന്നെ നിരാലംബരായിട്ടുള്ള സഹോദരിമാർ, അവർക്കൊക്കെ കിട്ടുന്ന ഈ പെൻഷൻ തുക വർദ്ധിപ്പിച്ചതിനെ അഭിനന്ദിക്കുക. ഇത് സർക്കാരിൻ്റെ മാത്രം നേട്ടമല്ല, ഇത് പ്രതിപക്ഷത്തിൻ്റെ കൂടെ നേട്ടമാണെന്ന് പറഞ്ഞാൽ അതിലെ രാഷ്ട്രീയ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ തുക വർദ്ധിപ്പിച്ചതിനെ അപമാനിക്കുന്ന നിലയിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്ന UDFിൻ്റെ കൺവീനറും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും അവരുടെ രാഷ്ട്രീയ അന്ധത എവിടെയാണ് എത്തിച്ച് നിൽക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അവരുടെ പ്രഖ്യാപനങ്ങൾ, അവരുടെ വാർത്താ സമ്മേളനങ്ങൾ പരിശോധിച്ചാൽ മാത്രം മതി എത്രമാത്രം അപമാനകരമായ അവസ്ഥയിലേക്കാണ് അവർ എത്തി നിൽക്കുന്നത്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 9 വർഷമായി ഈ കേരളത്തിൽ നടക്കുന്നത് കൃത്യമായ ഗ്രഹപാഠം ചെയ്ത വികസന പ്രവർത്തനമാണ്. ആരൊക്കെ എതിർത്താലും, ആരൊക്കെ വിമർശിച്ചാലും, ആരൊക്കെ വിമർശന ബുദ്ധിയോടുകൂടി പരിശോധിച്ചാലും അവർക്കെല്ലാം കാണാൻ കഴിയുന്നത് കൃത്യമായ ഇടപെടലിലൂടെ കേരളത്തിൽ വികസനം സാധ്യമാക്കിയ ഒരു സർക്കാരാണ്. പാവപ്പെട്ടവരായിട്ടുള്ള ജനങ്ങൾക്ക്, തലചായ്ക്കാൻ ഇടമില്ലാത്തവർക്ക് 5 ലക്ഷം ഭവനങ്ങൾ യാഥാർത്ഥ്യമാക്കിയ ഒരു സർക്കാർ. ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലത്ത്, അതിനു മുമ്പുള്ള സർക്കാരിൻ്റെ കാലത്ത് ഭവന വകുപ്പിന് ചുമതലയുണ്ടായിരുന്നത് ഡോക്ടർ MK മുനീർ അവർക്കാണ്. അദ്ദേഹത്തോട് കേരളത്തിൻ്റെ അന്നത്തെ പ്രതിപക്ഷം, ഇന്നത്തെ ഭരണപക്ഷത്തുള്ള MLA-മാരിൽ ഒരാൾ ചോദിച്ചു, അങ്ങയുടെ ഭരണം നടക്കുന്ന UDFിൻ്റെ ഭരണം നടക്കുന്ന ഈ കാലയളവിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ഭവന പദ്ധതി ഏതാണ്, അങ്ങനെ ഒരു ഭവന പദ്ധതി ഉണ്ടോ
എന്ന് ചോദിക്കുമ്പോൾ അന്ന് പ്രതിപക്ഷത്തിൻ്റെ ഉപനേതാവായിരുന്ന ഡോക്ടർ എം കെ മുനീർ പറഞ്ഞത് ഞങ്ങൾ ഒരു ഭവന പദ്ധതിയും മുന്നോട്ട് വെക്കുന്നില്ല എന്നാണ്. കേരളത്തിൽ തനതായ ഒരു ഭവന പദ്ധതി പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. അവരന്ന് പറഞ്ഞത് സാമ്പത്തികമായി ഭവന പദ്ധതിക്ക് ചിലവഴിക്കുന്നതിന് പണമില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളെ വിമർശിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹഡ്കോയിൽ നിന്ന് വായ്പയടക്കം എടുത്താണ് കേരളത്തിൽ തലചായ്ക്കാൻ ഇടമില്ലാത്ത സാധുക്കൾക്ക് ഭവനം യാഥാർത്ഥ്യമാക്കി കൊടുത്തത്. കേരളത്തിൽ ജീവിത നിലവാരം മെച്ചപ്പെടേണ്ടത് പുതിയ തലമുറയിലൂടെയാണ്. പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഉടച്ചു വാർക്കുകയാണ് ചെയ്തത്. കേരളത്തിൽ പൊതുവിദ്യാലയങ്ങൾ ലാഭകരമല്ല, പ്രത്യുൽപാദനപരമല്ല എന്ന് പറഞ്ഞ് അന്തിച്ചന്തയിൽ വെള്ളരിക്ക മുറിച്ച് വിൽക്കുന്ന ലാഘവത്തോടുകൂടി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ മുറിച്ച് വിൽക്കാൻ തക്കം പാർത്ത് കഴിയുന്ന സന്ദർഭമായിരുന്നു UDFിൻ്റെ ഭരണകാലത്ത്. എന്നാൽ ഇന്നോ നിങ്ങൾ നോക്കൂ, അമ്പര ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ, ഏറ്റവും മികച്ച അധ്യാപന രീതി, പഠന പാഠ്യേതര മേഖലയിൽ സമാനതകളില്ലാത്ത ഉയർച്ച കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കുണ്ട്. രാഷ്ട്രീയ അന്ധത ബാധിച്ചവർക്ക് മാത്രമേ ആ വികസനം കണ്ടില്ല എന്ന് നടിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ലിഫ്റ്റുള്ള സ്കൂൾ കെട്ടിടങ്ങൾ, മനോഹരമായ സ്കൂൾ കെട്ടിടങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും സുഖകരമായിട്ടുള്ള ഇഷ്ടപ്രധാനമായിട്ടുള്ള വിദ്യാഭ്യാസം അവർക്ക് വച്ചു നീട്ടാൻ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും കേരളത്തിൻ്റെ സർക്കാരിനും കഴിയുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. നിങ്ങൾ കേരളവുമായി കിലോമീറ്ററുകളുടെ വ്യത്യാസത്തിൽ മാത്രം അതിർത്തി പങ്കിടുന്ന അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ എന്നോ നിരോധിച്ച ബാലവേല ഇന്ത്യയിലുണ്ട്. സ്കൂൾ പ്രായമെത്തിയ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നില്ല. ഇന്നിപ്പോൾ കേരളത്തിൽ സ്കൂൾ പ്രായമെത്തിയ മുഴുവൻ കുഞ്ഞുങ്ങളും സ്കൂളിലേക്ക് പോവുകയാണ്. പക്ഷേ സുരേഷ് കുമാർ, ഒരുപാട് കാര്യങ്ങൾ താങ്കളുടെ ലിസ്റ്റിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അതിലേക്ക് മുഴുവൻ സമയം ഈ ഘട്ടത്തിൽ തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നോക്കൂ, ഇതെല്ലാം ഇങ്ങനെ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരുപക്ഷെ ഇവിടെ ശ്രീകുമാർ പറഞ്ഞ അതേ ഭാഷയിലെടുത്താൽ ഈ പറഞ്ഞ 900-ൽ പരം അല്ലെങ്കിൽ 1000-ൽ പരം കാര്യങ്ങൾ പ്രകടനപത്രികയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾ നടപ്പിലാക്കി എന്നൊക്കെ ഇപ്പോൾ പറയുമ്പോൾ അതിനെയൊക്കെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം തീർക്കും, ജാഗ്രതയോടുകൂടി പ്രതിപക്ഷം ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് മാത്രമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞത് പ്രതിപക്ഷം, അത് അങ്ങനെ മുന്നോട്ട് പോകും, അവിടെ നിങ്ങൾ ഈ പറയുന്ന ലിസ്റ്റൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും എന്നാണ്. മറുപടി എന്താണ്? അല്ല, അത് ഈ ചർച്ചയെ ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് വിഷയമെങ്കിൽ, ശബരിമലയാണ് വിഷയമെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം. വളരെ സമയമെടുത്ത് തന്നെ ആ വിഷയം ചർച്ച ചെയ്യാം. നിങ്ങൾ നോക്കൂ, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് മേൽനോട്ടം വഹിക്കുന്ന ഒരു അന്വേഷണം കൃത്യമായ 6 ആഴ്ചയ്ക്കുള്ളിൽ ആ അന്വേഷണം പൂർത്തീകരിക്കപ്പെടണം എന്ന നിലയിൽ ഓരോ ഘട്ടത്തിലും ഓരോ 2 ആഴ്ചയും ആ റിപ്പോർട്ട്, അതിൻ്റെ പുരോഗതി റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ സബ്മിറ്റ് ചെയ്യണം. ഒരാൾക്ക് പോലും അതിനകത്ത് ഇടപെടാൻ കഴിയാത്ത വിധം പഴുതടച്ച അന്വേഷണം നടക്കുകയാണ്. കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളുകളുടെ തുടർന്നുള്ള ജീവിതം അഴിക്കുള്ളലാകണമെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ CPMൻ്റെ നേതാക്കന്മാരുമാണ്, സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ്. ഞങ്ങൾക്കിതിൽ, ഞങ്ങളുടെ കൈകളിൽ ഇതിൽ പാപക്കറ പുരണ്ടിട്ടില്ല. ഏതെങ്കിലും രൂപത്തിലുള്ള അന്യായമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ആ ആളുകളുടെ തുടർന്നുള്ള ജീവിതം എവിടെയായിരിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ അന്വേഷണത്തെ അടക്കം സർവാത്മന സ്വാഗതം ചെയ്തുകൊണ്ട് CPMും LDFും മന്ത്രിസഭയും മുന്നോട്ട് പോകുന്നത്. അവിടെ ഞങ്ങൾക്ക് എന്താ ഭയക്കാനുള്ളത്? നിങ്ങൾ വിചാരിക്കുന്ന ആളുകൾ അന്വേഷണ പരിധിയിൽ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ പോലും വളരെ നിഷ്പക്ഷമായി സത്യസന്ധമായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തെ പോലും സംശയദൃഷ്ടിയോട് കൂടിയിട്ടല്ലേ ഇപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ വീക്ഷിക്കുന്നത്. എത്രയോ ആളുകൾ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് RSSനും കോൺഗ്രസിനും ഇതിനകത്ത് ഒരേ ന്യായമല്ലേ? നിങ്ങൾ പറയുകയാണ് കേന്ദ്ര ഏജൻസി വരണം, ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കേന്ദ്ര ഏജൻസി വരട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസി ഉണ്ടെങ്കിൽ വരട്ടെ, ഇപ്പം നടക്കുന്ന അന്വേഷണം നടക്കട്ടെ. നടന്ന് ആ അന്വേഷണത്തിൻ്റെ പൂർത്തീകരണം എത്തുമ്പോൾ ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടും. നിങ്ങൾ കരുതുന്നത് പോലെ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും തലക്കിലേക്ക് ഇതിനെ കെട്ടിവെക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇത് നിങ്ങൾക്ക് മറ്റു രാഷ്ട്രീയ പ്രശ്നങ്ങളില്ലാത്തതിനാൽ, വികസന പ്രശ്നം ചർച്ച ചെയ്യാൻ നിങ്ങൾ മടിക്കുന്നതിനാൽ നിങ്ങൾ മതത്തെയും ശബരിമലയെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഏതെങ്കിലും രൂപത്തിൽ രാഷ്ട്രീയ നേട്ടം, സങ്കുചിതമായ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ഗവേഷണം നടത്തുകയാണെന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. രാഷ്ട്രീയം അറിയുന്ന, രാഷ്ട്രീയം ചിന്തിക്കുന്ന, രാഷ്ട്രീയം പഠിക്കാൻ ശ്രമിക്കുന്ന, ദൈനംദിന രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ചെയ്യുന്നത് മതത്തെ ഇളക്കിവിട്ട്, ദൗർബല്യങ്ങളെ ഇളക്കിവിട്ട്
ഈ നാട്ടിൽ ഏതെങ്കിലും രൂപത്തിലുള്ള കേവല രാഷ്ട്രീയ ലാഭം കൊയ്യാൻ സാധിക്കുമോ എന്ന ഗവേഷണമാണ് UDF, ഐക്യജനാധിപത്യ മുന്നണി, BJP ഈ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി.